ഡെഡിക്കേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സമയങ്ങളിൽ എൻ്റെ കൂടെ നിന്ന് ഈ അവാർഡ് എനിക്ക് കിട്ടിയതിൽ ട്രൂലി ഹാപ്പി ആയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യണം. എസ്പെഷ്യലി ലസി സാർക്ക്, ദ ഡയറക്ടർ, രാജുവേട്ടൻ, ദ ഹോൾ ക്രൂ. ഓക്കെ, ഞാൻ എൻ്റെ അച്ഛനമ്മ, എൻ്റെ ഫാമിലി, എൻ്റെ ക്ലോസസ് ആയിട്ടുള്ള എല്ലാവരും, ഡിയറസ്റ്റ് വൺസിനും, പിന്നെ ഹക്കീം, ഇവർക്കും കൂടി ഞാൻ ഈ ഒരു അവാർഡ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. നമ്മുടെ എന്ത് നേട്ടങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക പാരൻസ് ആയിരിക്കുമല്ലോ. പാരൻസ് തന്നെയായിരിക്കും, അച്ഛനും അമ്മയൊക്കെ തന്നെയായിരിക്കും. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓവർവെൽഡായിരുന്നു. എന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഓവർവെൽഡായിട്ട്, ഭയങ്കര ഹാപ്പി ആയിട്ട്, പ്രൗഡായിട്ട്, അവർ എൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയുന്ന ഒരു അഭിമാനമുള്ള പോലെ ആ ഒരു സംഭവമായിരുന്നു. ഹാപ്പിയാണ് അവർ വിളിച്ചതിലും ആരും പ്രതികരണമൊക്കെ അറിഞ്ഞാലും. അവാർഡ് കിട്ടുന്നതാണോ നെവർ. ഇങ്ങനെ സാറ് തമാശയായിട്ടൊക്കെ ഇങ്ങനെ പറയാം. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ ഡെബ്യൂ മൂവി ഞാൻ ഇത്രയും പെർഫെക്റ്റ് ചെയ്യാൻ എനിക്ക് ആക്ച്വലി സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വരെ എനിക്ക് ചെറിയൊരു കൺസേൺ ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന, എൻ്റെ ആദ്യമായിട്ട് ഫേസ് ആൾക്കാർ കാണുകയാണ്. ഞാൻ ചെയ്തത് ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്തൊരു സംഭവം മേ ബി ആൾക്കാർക്ക് സ്വീകരിക്കപ്പെടണമെന്നില്ല. അങ്ങനെ ഒരു കൺസേണുകളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ കൺസേണുള്ള ആൾക്ക് അവാർഡ് കിട്ടുന്നുള്ള ഒരു ചിന്ത ഉണ്ടാവില്ലല്ലോ. സോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഹാപ്പി ആയിരുന്നു. വരുന്നുണ്ട്, കോൾ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്നുള്ളൊരു നോക്കണം, നീ എല്ലാവരും തിരിച്ചു പിടിച്ച് ഒന്ന്. ഇപ്പോൾ ജയരാജ് സാറിൻ്റെ ഒരു സിനിമ കഴിഞ്ഞു, ഡിസേർവ്ഡ് ആയിട്ടുള്ള അവാർഡ്സാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ചെയ്ത എഫേർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.